ഹലോ മക്കളെ, നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് ഈ വരുന്ന മെയ് 22-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിലരെങ്കിലും അത്രയധികം പ്രതീക്ഷയോടെ ആയിരിക്കില്ല ആ ഒരു റിസൾട്ടിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നമുക്കറിയാം, ഇത്തവണ നമ്മൾ പരീക്ഷ എഴുതിയതിൽ പല സബ്ജക്റ്റുകളുടെ എക്സാം വളരെ ടഫായിരുന്നു. നമ്മൾ വിചാരിച്ച രീതിയിലായിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ വർഷത്തെ വിജയ ശതമാനം, പ്ലസ് ടു വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്കോ അതിനേക്കാൾ കൂടുതലോ അതിനേക്കാൾ കുറവോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അതിന് ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്ലസ് ടുവിലെ മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ അല്ല നിങ്ങൾ ലൈഫിൽ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷൻ, അതിനോട് നിങ്ങളുടെ അപ്രോച്ച്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്ന് വരാം. പക്ഷെ അവിടെ നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാമിന് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അത് ഫേസ് ചെയ്യാൻ എല്ലാവരും റെഡി ആയിരിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.